അതിരപ്പിള്ളിയിൽ നിന്നും വാൽപ്പാറയിലേക്ക് ഒരു റോഡ് ട്രിപ്പാണ് ഇന്നത്തെ പെറ്റ്സ് ആൻഡ് ട്രാവലിൻ്റെ വീഡിയോ. വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പറും വാഹനത്തിലുള്ളവരുടെ എണ്ണവും എഴുതി കൊടുക്കണം. കൂടാതെ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെയും കവറുകളുടെയും എണ്ണവും കൊടുക്കണം. ഇവിടുന്ന് കിട്ടുന്ന സ്ലിപ്പ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ കാണിക്കേണ്ടതാണ്. വാഹനങ്ങൾക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണം കൂടുതലായതുകൊണ്ട് രാവിലെ 7 മുതൽ വൈകിട്ട് 4 മണി വരെയേ ചെക്ക് പോസ്റ്റിൽ നിന്നും വാഹനം കടത്തിവിടുകയുള്ളൂ. ഫോറസ്റ്റിനകത്തേക്ക് പ്രവേശിച്ചാൽ ഒരു കാരണവശാലും വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളതല്ല. നല്ലൊരു തുക ഫൈൻ അടയ്ക്കേണ്ടി വരും. ചെക്ക് പോസ്റ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടാണ് നമ്മളെ അകത്തേക്ക് വിടുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ഒരു ഇരുമ്പ് പാലമാണ് ഈ കാണുന്നത്. നല്ലൊരു കാഴ്ച തന്നെയാണിത്. അങ്ങനെ ആദ്യത്തെ സൈറ്റിംഗ് നമ്മുടെ ദേശീയ പക്ഷി തന്നെയാണ്. കാടിനകത്തെ ചെറിയൊരു ടൗണാണ് പുളിയിലപ്പാറ. ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ഈ കാണുന്നത്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കിട്ടുന്ന സ്ഥലം കൂടിയാണിത്. ഇവിടം കഴിഞ്ഞാൽ പിന്നെ മലക്കപ്പാറ എത്തണം ഒരു കട കാണണമെങ്കിൽ. ഏകദേശം 1.5 മണിക്കൂർ സമയമെടുക്കും അവിടെ എത്താൻ. ആനകളെ കൂടുതലായി കാണാറുള്ളത് വാച്ചുമരം ഭാഗത്തും ആനക്കയം ഭാഗത്തുമൊക്കെയാണ്. ഒരുപാട് സ്ഥലത്ത് ആനപ്പിണ്ടം കിടക്കുന്നത് കണ്ടു. പക്ഷേ ഇത് ഇട്ടിട്ട് പോയ ആളെ ഇതുവരെ കണ്ടിട്ടില്ല. റൂട്ടിലെ മറ്റൊരു കാഴ്ചയാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി. ഡാമിൽ നിന്നും പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി താഴെയുള്ള പവർ ഹൗസിലേക്ക് വെള്ളം എത്തിക്കുന്നതാണ് ഈ കാണുന്നത്. നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഷോളയാർ ഡാം. ഈ ഷോളയാർ ഡാം തന്നെ 2 എണ്ണമുണ്ട്. ലോവർ ഷോളയാറും അപ്പർ ഷോളയാറും. അപ്പർ ഷോളയാർ തമിഴ്നാട്ടിലാണ്. അതിർത്തി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ കാണാവുന്നതാണ്. പ്രത്യേകത എന്ന് പറയുന്നത് കുറേ ദൂരം കാടിൻ്റെ ഭംഗി ആസ്വദിച്ചു വരുമ്പോൾ പിന്നീട് ചെന്നെത്തുന്നത് നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളിലേക്കാണ്.
അപ്പർ ഷോളയാർ ഡാം. അത്രയ്ക്ക് വലിയ ഡാമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ വേനൽക്കാലമാകുമ്പോഴേക്കും വെള്ളം വറ്റിയതുപോലെയാകും. വാൽപ്പാറയിലേക്ക് പോകുന്ന വഴി കൂടുതലും വ്യൂ പോയിന്റുകൾ തന്നെയാണ്. കാഴ്ചകളൊക്കെ കണ്ട് സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഒരു വെറൈറ്റി കണ്ടപ്പോൾ മെയിൻ വഴിയിൽ നിന്നും ഒരു ഇടവഴിക്ക് കയറി നോക്കിയതാണ്. തേയില പ്രൂൺ ചെയ്ത് മരുന്നടിച്ച് നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. വൺ ഡേ ട്രിപ്പായിട്ടാണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ഥലത്തും എത്താൻ ശ്രമിക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പരമാവധി ടൈം സ്പെൻഡ് ചെയ്ത് റിലാക്സ് ചെയ്ത് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. മിനിമം 2 ദിവസമെങ്കിലും വേണ്ടി വരും ഇവിടുത്തെ കാഴ്ചകൾ മൊത്തം കണ്ടു തീരണമെങ്കിൽ.